പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശനത്തിൽ ആടി ഉലയുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അവസാനഘട്ട അട്ടിമറിയും സിറ്റിംഗ് എം.പിയെ മാറ്റിയതും ഇതിന്റെ സൂചനയാണ്. തൃശൂരിൽ കഴിഞ്ഞ ദിവസം പ്രചരണം തുടങ്ങിയ ആൾ ഇന്ന് സ്ഥാനാർത്ഥിയല്ല. വടകരയിൽ നിന്ന് മുരളീധരനെയും മാറ്റി. കനകോലുവിന്റെ റിപ്പോർട്ടിലെ പരാജിതരെല്ലാം വീണ്ടും മത്സരിക്കുന്നു. എല്ലാം അടിമുടി മാറി. പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശത്തിൽ ആടിയുലയുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. വിശദീകരിക്കാൻ കഴിയാത്ത ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അവസാനഘട്ട സ്ഥാനാർത്ഥി മാറ്റത്തിലും പത്മജയുടെ ബി.ജെ.പി. പ്രവേശത്തിലും ഘടകകക്ഷികളും അതൃപ്തിയിലാണ്. തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമെന്ന് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നു. വടകരയിൽ നിന്ന് മുരളീധരനെ മാറ്റിയ നടപടിക്കെതിരെ ലീഗ് കോൺഗ്രസ് നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. ഒരാൾ പോയി എന്നുള്ളത് ഒരു വിഷയമാവില്ല, മറിച്ച് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്പം എതിർപക്ഷത്തിന് ഗുണം ചെയ്യുന്ന ഒന്നായിട്ടാണ് വരുന്നത്. മക്കൾ പോകുന്നതൊന്നും വലിയ കാര്യമില്ല. വാപ്പാര് പോകുമ്പോൾ നോക്കിയാൽ മതി ജീവിച്ചിരിക്കുന്നത്. ഇടതുമുന്നണി ഒന്നാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി. മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവിന്റെ മകളെ ബി.ജെ.പി. പാളയത്തിലെത്തിക്കാനും അവർക്കായി. ഈ തിരിച്ചടികൾക്കിടയിൽ കിതയ്ക്കുകയാണ് കോൺഗ്രസ്. ഇത് കാണുന്ന അണികളും പ്രവർത്തകരും കടുത്ത അതൃപ്തിയിലും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.